ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാനിപൂരി അല്ലെങ്കിൽ ഗോൾഗപ്പ എന്ന് പറയും. പക്ഷേ അതിൻ്റെ ഹൈജീനെ കുറിച്ച് ഓർക്കുമ്പോൾ കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇന്നൊരു പാനിപൂരി കൗണ്ടർ സെറ്റ് ചെയ്തു. ഇതിൻ്റെ പൂരിയും പാനിയും സ്വീറ്റ് ചട്നിയും അകത്ത് വെക്കുന്ന ഫില്ലിങ്ങും എല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറക്കാത്ത ചെറിയ തരിയുള്ള റവയാണ് ഇതിന് ഏറ്റവും നല്ലത്. അതാണ് ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ആട്ടയോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇനി ഇതിനെ ഒരു ഡോ ആക്കി മാറ്റാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിട്ട ശേഷം 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം, നല്ല ഹോട്ട് വാട്ടർ വേണം. അതുപയോഗിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. 1/2 കപ്പ് മുഴുവൻ വേണ്ടി വരില്ല. നല്ല ടൈറ്റ് ഡോ ആയിട്ട് വേണം ഇതിനെ നമുക്ക് എടുക്കാനായിട്ട്. ഇതിന് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുറച്ച് നേരം കുഴക്കണം. നല്ല ടൈറ്റ് ഡോ ആയിട്ട് എടുത്ത ശേഷം അതിനെ നന്നായിട്ട് കുറച്ച് നേരം കുഴക്കണം. നല്ല ചൂട് വെള്ളം ആയതുകൊണ്ട് നമുക്ക് ആദ്യമേ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ ചൂട് ഒന്ന് ആറിക്കഴിഞ്ഞ ശേഷം കൈ വെച്ച് നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു വെറ്റ് ക്ലോത്ത് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പാനി റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും 2-3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇത് മിക്സിയിലിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. പുതിനയേക്കാൾ കൂടുതൽ മല്ലിയില എടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി നേർപ്പിച്ചെടുക്കാം നമുക്ക്. അതിനകത്തേക്ക് ഇനി കുറച്ച് മസാലകൾ കൂടെ നമുക്ക് ഇടാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നാരങ്ങയുടെ നീരൊഴിക്കാം. പിന്നെ 1 ടീസ്പൂൺ ജീര പൗഡറും 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. പിന്നെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ചേർക്കണം. പിന്നെ പാനിപ്പൂരി മസാല 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ഇടാം. അങ്ങനെ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്വീറ്റ് ചട്നിയാണ് വേണ്ടത്. അതിനൊരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് പിഴിഞ്ഞ വെള്ളത്തിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പൊടിയും 1/4 ടീസ്പൂൺ പെപ്പർ പൊടിയും 1/2 ടീസ്പൂൺ ജീര പൗഡറും 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് ഒരല്പം പെരിഞ്ജീരകം കൂടി അതിൻ്റെ കൂടെ ഇട്ട് ഒരു ഇത്തിരി കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളപ്പിച്ച് നല്ല കുറുക്കി എടുക്കണം. നല്ലത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചട്നിയും റെഡിയാവും. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് ചെറിയ വാവട്ടമുള്ള എന്തെങ്കിലും സാധനം വെച്ച് പ്രസ് ചെയ്ത് ചെറിയ റൗണ്ട് ആക്കി നമുക്കിതിനെ എടുക്കാം. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഓരോ പൂരിയാക്കി നമുക്ക് പരത്തിയെടുക്കാം. അതിനൊക്കെ എളുപ്പം ഇതായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിനെ അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും. കണ്ടോ? തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് വറുത്തെടുക്കാം. ചിലതൊന്നും കറക്റ്റായി വീർത്ത് വന്നില്ലെന്നും വരാം, എന്നാലും മിക്കവാറും എല്ലാം തന്നെ കറക്റ്റായി വരും. ഇത് നമുക്ക് സർക്കിളോ ഓവലോ ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് നോക്കിയാൽ ഞാൻ പറഞ്ഞ ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കിയത് വീർത്തത് തന്നെ മറിഞ്ഞിരിക്കും. ഇത് എൻ്റെ പാനിപ്പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. പല ഷേപ്പിലാണ്, എന്നാലും സൂപ്പറാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ സ്വീറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. പാനിപ്പൂരിയുടെ പാനിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ സ്ലൈസസും ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് സേവും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആക്ച്വലി കുറച്ച് ബൂന്തി ഇടേണ്ടതായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇടാത്തതാണ്. ഗാർണിഷിന് വേണ്ടിയാണ് ഇതൊക്കെ. ടേസ്റ്റിലെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതാ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങിന് ഞാനിവിടെ വെളുത്ത കടലയും ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങിയെടുത്തതാണ്. അതിനകത്തേക്ക് ഓണിയൻ ചെറുതായി സ്ലൈസ് ചെയ്തതും 1/2 ടീസ്പൂൺ ജീര പൗഡറും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി മിക്സ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. പൂരിയും ഓൾറെഡി റെഡിയാണ്. അപ്പോൾ ഇനി നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ട്രേയിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതിൻ്റെയൊക്കെ മണം വന്നിട്ട് തന്നെ എനിക്ക് വായിൽ വെള്ളം വന്നിരിക്കുകയാണ്. ഒരു പാനിപ്പൂരി എടുത്തിട്ട് അതിനെ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് അതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച ശേഷം സ്വീറ്റ് ചട്നി ഒഴിച്ച്, എനിക്ക് സ്വീറ്റ് ചട്നി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൂടുതൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പാനിയും കൂടി ഒഴിച്ച്, നല്ല തണുത്ത പാനി ആയിരിക്കണേ. സെർവ് ചെയ്യാൻ നേരം കുറച്ച് ഐസ് ക്യൂബ്സ് അതിനകത്തേക്ക് ഇടണം. എന്നിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ എടുത്തങ്ങോട്ട് കഴിക്കാം. നിങ്ങൾക്കും കൊതി വരുന്നില്ലേ? ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് അൺഹൈജീനിക്കായ വെളിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന പാനിപ്പൂരി അല്ലാതെ വീട്ടിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പാനിപ്പൂരി ഉണ്ടാക്കി കൊടുക്കൂ. ഇഷ്ടാവും തീർച്ച.